ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ഫുട്ബോൾ കളിക്കണ്ടായിരുന്നു. അപ്പോൾ ലായ്ക്കും കൂടി കളിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ചെറിയ നാത്തൂൻ്റെ പേര് റസീന എന്നാണ് കേട്ടോ. അപ്പോൾ ജസീനാത്താക്ക് ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ആള് ജോലിയൊക്കെ കിട്ടിയിട്ട് ഇരിക്കണേണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചെറിയൊരു ടോപ്പും ഒരു കേക്കും മേടിച്ചിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും റസീനാത്തയും കൂടിയിട്ട് പർച്ചേസ് ചെയ്യാൻ പോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഈവനിങ് അല്ല, ഒരു രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പയാസൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ പിന്നെ പോയതാണ്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ടെക്കാക്കയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ പിന്നെ പോപ്പറൊക്കെ വന്ന വഴിക്ക് പോപ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആള് നല്ലോണം ഷോക്കായി. ആൾക്ക് തന്നെ എന്തിൻ്റെ സർപ്രൈസാണ്, എന്ത് സർപ്രൈസാണ് എന്നെ ആൾക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞു ജോലി കിട്ടിയതിൻ്റെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ഓക്കെ ആയി. അങ്ങനെ പിന്നെ കേക്കും ഞങ്ങൾ ടോപ്പൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്ന സമയത്തൊക്കെ എൻ്റെ നാത്തൂമാർക്കായാലും കുട്ടികൾക്കായാലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എൻ്റെ ഫയാസ്കയാണ്. ഫയാസ്കയുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത്. അതിനെയും പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു സന്തോഷം അത് നമ്മളെ കൊണ്ട് പറ്റണത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്തിട്ടോ. എൻ്റെ ഇക്കാക്കാടെ മോള് ജസീനാത്താനെ യക്ഷിമ്മ എന്നാണ് വിളിക്കണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കിൽ യക്ഷിമ്മ എന്നാക്കി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങളത് കഴിച്ചിട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.